നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 20-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 6-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം ശുഭനക്ഷത്രവും ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രവുമാണ്. പക്ഷേ ഇന്നത്തെ ദിവസമോ ചൊവ്വാഴ്ചയാണ്. ചൊവ്വ ശത്രുകാരകനാണ്. ശത്രുക്കളെ ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളിൽ ഇടപെടണം. ചുമ്മാ നല്ലത് പറഞ്ഞാലും ദോഷമായി വരികയും ശത്രുഭയം ഉണ്ടാവുകയും ശത്രുക്കളെ വരാനും ഒക്കെ ഇടയുള്ള ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ വളരെ സൈലൻ്റായിട്ട് ചില കാര്യങ്ങൾക്ക് നമുക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ പോലും അതൃപ്തി കാണിക്കാതെ പോകണം. കാരണം പ്രതികരിക്കാൻ പോകരുത്. നമുക്ക് രണ്ട് ചെവി തന്നിരിക്കുന്നത് വേണ്ടതെടുക്കാനും വേണ്ടാത്തതിനെ കളയാനുമാണ്. ഇന്ന് വേണ്ടാത്തതെന്ന് വിചാരിച്ച് അതിനെ കളയാൻ നോക്കുക. അത് സ്വീകരിക്കാൻ പോകരുത്. കാരണം ശത്രുക്കളുടെ എണ്ണം കൂടും. അത് പിന്നെ വൈരാഗ്യത്തിനും ദേഷ്യത്തിനും ഒക്കെ കാരണമായി ഭവിക്കും. നാളെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഇടവരും. അതുപോലെ വാഹനമൊക്കെ ഓട്ടിക്കുന്നിടത്തും ശ്രദ്ധിക്കണം. വഴി വെച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ കശവിശയൊക്കെ ഉണ്ടായാൽ അതിനെ അങ്ങ് ഒഴിവാക്കി കളയണം. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഇടവ മാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. കാരണം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ അപകടകാരകനാണ്. അതുകൊണ്ട് ആക്സിഡൻ്റ് ഉണ്ടാവാം, തീപ്പൊള്ളലേക്കാം, കേസ് വഴക്കുകൾ വരാം, സാമ്പത്തിക നഷ്ടം വരാം. ഇവയൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള വർഷമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വർഷമാണ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ വന്നു ചേരും. അപ്പോൾ ഇത് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും എഫക്റ്റ് ചെയ്യാതെ പോകത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ പ്രായശ്ചിത്തം ചെയ്ത് പോകണം. ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകമോ പഞ്ചാമൃത അഭിഷേകമോ അർച്ചനയൊക്കെ നടത്തണം. ചൊവ്വാഴ്ച ദിവസം ഇത് ചെയ്തു പോകുന്നതിനൊപ്പം തന്നെ സുബ്രഹ്മണ്യ യന്ത്രം അപകടവും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ധന്വന്തരി യന്ത്രവുമായി ചേർത്തപ്പോൾ അസുഖവും അപകടവും ഒന്നും വരത്തില്ല. സുബ്രഹ്മണ്യ സ്വാമി നമുക്ക് സംരക്ഷണം തരും. ഇത് ചെയ്തിടുക. നമുക്കൊരു 50% ദോഷവും പരിഹരിക്കപ്പെടും. ഒരു വർഷത്തേക്ക് മതി. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 3 മണി മുതൽ 4:30 വരെ ആണ് രാവുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 മണിക്ക് രാവുകാലം തുടങ്ങൂല. 3 മണി 26 മിനിറ്റ് തൊട്ടേ തുടങ്ങുള്ളൂ. 5 മണി 2 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് താനും. ഈ സമയം ശുഭയാത്രയ്ക്കെടുക്കരുത്. ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയമാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 12:21 തൊട്ട് 1 മണി 55 മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:14 തൊട്ട് 10:47 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത്. ഇന്നത്തെ ദിവസവും അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് വരുന്ന ഒരു കാലഘട്ടത്തിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ജാതക പ്രകാരം 11 മണി 57 മിനിറ്റ് തൊട്ട് 12 മണി 48 മിനിറ്റ് വരെ. 48 മിനിറ്റ് ഉള്ളതിൽ 44 മിനിറ്റും നമുക്കെടുക്കാം. ഇത് ഒരു പോസിറ്റീവ് വലയം നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വിജയപ്രദമായി കലാശിക്കും. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രധാനമായിട്ട് ചുവന്ന വസ്ത്രം അല്ലെങ്കിൽ ചുവപ്പ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ കരുതുന്നത്, അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കരുതുന്നത് ചൊവ്വയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനും ചൊവ്വയുടെ നെഗറ്റീവ് നമ്മളിൽ നിന്ന് മാറാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.